ഈജിപ്തും ഇസ്രയേലും തമ്മിലുള്ള ഊർജ്ജ സഹകരണത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഫലസ്തീൻ വിഷയത്തിൽ അറബ് ലോകം ഇസ്രായേലിനെതിരെ നിൽക്കുമ്പോഴും ഈജിപ്ത് ഇസ്രയേലുമായി ഒരു വലിയ പ്രകൃതിവാതക കരാറിൽ ഏർപ്പെട്ടത് ശ്രദ്ധേയമാണ്. ഈ കരാറിന്റെ പിന്നിലെ രാഷ്ട്രീയ സാമ്പത്തിക കാരണങ്ങളാണ് ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത്. കരാറിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ 1979 ക്യാമ്പ് ഡേവിസ് സമാധാന ഉടമ്പടിക്ക് ശേഷം ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ച ആദ്യത്തെ അറബ് രാജ്യമാണ് ഈജിപ്ത്. 2005 ഈജിപ്തിൽ നിന്നും ഇസ്രയേലിലേക്ക് വാതകം കയറ്റുമതി ചെയ്യാൻ ഒരു കരാർ ഉണ്ടാക്കിയിരുന്നു. എന്നാൽ 2011 രാഷ്ട്രീയ അസ്ഥിരത കാരണം അത് റദ്ദാക്കി. പിന്നീട് മെഡിറ്ററേനിയൻ കടലിൽ ഇസ്രയേൽ വൻ പ്രകൃതിവാതക ശേഖരം കണ്ടെത്തിയതോടെ സ്ഥിതി മാറി. ഊർജ വിപ്ലവവും പുതിയ കരാറും നോക്കുമ്പോൾ ഇസ്രയേൽ തമാർ, ലെവിയാത്തൻ തുടങ്ങിയ വാതക പാടങ്ങൾ കണ്ടെത്തിയതോടെ ഊർജ ഇറക്കുമതി രാജ്യമായിരുന്ന ഇസ്രയേൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി മാറി. അതേസമയം ഈജിപ്ത് കടുത്ത ഊർജ പ്രതിസന്ധിയിലായിരുന്നു. ഈ സാഹചര്യത്തിൽ 2018 ഇരു രാജ്യങ്ങളും പുതിയൊരു കരാർ ഒപ്പുവെച്ചു. ഇസ്രയേലിന്റെ വാതക പാടങ്ങളിൽ നിന്നും 15 വർഷത്തേക്ക് 64 ബില്യൺ ക്യൂബിക് മീറ്റർ പ്രകൃതിവാതകം $15 ബില്യൺ ഈജിപ്ത് നൽകാനായിരുന്നു കരാർ. നിലവിലെ ഭീമൻ കരാർ എന്ന് പറയുന്നത് ഏറ്റവും പുതിയ കരാർ പ്രകാരം അടുത്ത 11 വർഷത്തേക്ക് ഏകദേശം $3500 കോടി മൂല്യമുള്ള പ്രകൃതിവാതകം ഇസ്രയേൽ ഈജിപ്തിന് നൽകും എന്നതാണ്. ഇസ്രയേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വാതക കയറ്റുമതി കരാറാണിത്. ഈജിപ്ഷ്യൻ കമ്പനികളും ഇസ്രയേലി ഊർജ്ജ കമ്പനിയായ ന്യൂമെഡും തമ്മിലാണ് ഈ കരാറുള്ളത്. കടുത്ത ഊർജ്ജ പ്രതിസന്ധി നേരിടുന്ന ഈജിപ്തിന് ഈ കരാർ വലിയ ആശ്വാസമാണ്. വൈദ്യുതി ഉൽപാദനത്തിന് പ്രധാനമായിട്ടും പ്രകൃതി വാതകത്തെ ആശ്രയിക്കുന്ന ഈജിപ്തിന് ഇത് സഹായകരമാകും. മാത്രമല്ല, ദ്രവീകൃത പ്രകൃതി വാതകമായ ഇറക്കുമതി ചെയ്യുന്നതിനേക്കാൾ ചെലവ് കുറഞ്ഞതാണ് പൈപ്പ് ലൈൻ വഴി ലഭിക്കുന്ന വാതകം. ഇത് ഈജിപ്തിന്റെ സാമ്പത്തിക ബാധ്യതയും കുറയ്ക്കും. കൂടാതെ ഹമാസുമായുള്ള യുദ്ധം കാരണം വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ നേരിടുന്ന ഇസ്രയേലിലും ഈ കരാർ വഴി വൻ വരുമാനം നേടാനാകും. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭാരം കുറയ്ക്കും. കൂടാതെ ഒരു അറബ് രാജ്യം തങ്ങളുടെ ഊർജ്ജ ആവശ്യങ്ങൾക്കായി ഇസ്രയേലിനെ ആശ്രയിക്കുന്നു എന്നത് ഇസ്രയേലിന്റെ രാഷ്ട്രീയ സ്വാധീനം വർദ്ധിപ്പിക്കാനും സഹായിക്കും. ഇസ്രയേൽ ഫലസ്തീൻ സംഘർഷം നടക്കുന്ന ഒരു സമയത്ത് തന്നെ ഈജിപ്ത് ഇത്തരം ഒരു കരാറിൽ ഏർപ്പെട്ടത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കാനും സാധ്യതയുണ്ട്. ഈജിപ്തിലെ സാധാരണ ജനങ്ങൾ ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോൾ ഈ കരാർ ഈജിപ്ത് സർക്കാരിന് ആഭ്യന്തരമായി ചില വെല്ലുവിളികൾ ഉണ്ടാക്കിയേക്കാം. ഈ കരാർ സാമ്പത്തിക നേട്ടങ്ങൾക്കായി രാഷ്ട്രീയപരമായ എതിർപ്പുകളെ മാറ്റിവെക്കാൻ രാജ്യങ്ങൾ തയ്യാറാകുന്നു. ഇതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണിത്. ഇത് മധ്യപൂർവേഷ്യയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെയും ഊർജ്ജ സുരക്ഷയെയും സാരമായി ബാധിക്കുന്ന ഒരു നിർണായക നീക്കവുമാണ്.